ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് കശുവണ്ടി സംസ്കരണത്തിന്റെ നാടായ കൊല്ലം ജില്ലയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. പുരാതന കാലങ്ങളിൽ ആരംഭിക്കുന്ന സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ അഭിമാനം കൊള്ളുന്ന നാടാണ് കൊല്ലം. ക്രിസ്തുവർഷം 9 മുതൽ 12 വരെ നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന വേണാട് രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. അതിന്റെ ഭരണസിര കേന്ദ്രമായിരുന്നു. സമുദ്രത്തോടുള്ള അതിന്റെ അടുപ്പവും പ്രകൃതിദത്തമായ നീണ്ട കര തുറമുഖവും കാരണം പുരാതന കാലം തൊട്ട് തന്നെ കൊല്ലത്തിന് വിദേശീയരുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നതായി കാണപ്പെടുന്നു. റോമാക്കാരുടെയും ഫിനീഷ്യരുടെയും ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിലെ കുറിപ്പുകളിൽ തുടങ്ങി കൊല്ലത്തെ സംബന്ധിക്കുന്ന സൂചനകൾ കാണാം. വേണാട് രാജവംശത്തിലെ ജയസിംഹനിൽ നിന്ന് ഉത്ഭവിച്ച ജയസിംഹനാട് അഥവാ ദേശിംഗനാട് എന്ന നാമമാണ് കൊല്ലത്തിന്റെ ഏറ്റവും പഴയ പേര് എന്ന് കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾ നീളുന്ന അതിന് ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ പേറുന്ന ഒരു നീണ്ട പദോൽപത്തി ചരിത്രം കൊല്ലം എന്ന വാക്കിനുണ്ട്. സംസ്കൃതത്തിൽ കുരുമുളക് എന്നർത്ഥം വരുന്ന കൊല്ലം എന്ന വാക്കിൽ നിന്നുമാണ് ഈ സ്ഥലനാമം ഉണ്ടായത് എന്നാണ് ഒരു വാദം. ഇവിടെ പണ്ട് മുതൽ തന്നെ കയറ്റുമതിയും ഇറക്കുമതിയും അടങ്ങുന്ന കുരുമുളക് വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു. മലയാളികളുടെ കലണ്ടറായ കൊല്ലവർഷത്തിന് ആ പേര് കിട്ടിയത് കൊല്ലവുമായി ബന്ധപ്പെട്ടാണ്. 1864 കൊല്ലത്ത് ആദ്യമായി കമ്പിത്താവൽ സൗകര്യവും വന്നു. ഇവിടുത്തെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് 1867 കൊൽക്കത്തയിലെ ഹൗറ തൂക്കുപാലം കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏക തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിസ്മയമായ ഈ പാലം 1877 തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് കൊല്ലത്തെ ആദ്യ സർക്കാർ ആശുപത്രിയായ വിക്ടോറിയ ആശുപത്രി നിലവിൽ വന്നു. 1924 ഇവിടെ ആദ്യമായി വൈദ്യുതി എത്തി. 1932 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വരും വരെ കൊല്ലത്തായിരുന്നു കേരളത്തിലെ ഏക വിമാനത്താവളം ഉണ്ടായിരുന്നത്. കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആശ്രമം മൈതാനത്ത് ചെറിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനും പറന്നുയരാനുമുള്ള സൗകര്യമുണ്ടായിരുന്നു. ഉത്രാടം തിരുനാൾ രാജാവിന്റെ കാലത്ത് 1902 നിർമ്മിക്കപ്പെട്ട കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് റെയിൽപാതയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത. കശുവണ്ടി സംസ്കരണവും കയർ സംസ്കരണവും ആണ് ജില്ലയിലെ പ്രധാന വ്യവസായങ്ങൾ. കൊല്ലത്തിന്റെ ഏകദേശം 30% അഷ്ടമുടി കായലാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ ഇംഗ്ലീഷ് വാരിക ഇന്ത്യ ടുഡേ കൊല്ലം ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലയായി തെരഞ്ഞെടുക്കുകയുണ്ടായി. കഠിനമായ ചൂടും ധാരാളം മഴയുമുള്ള ആർദ്രതയേറിയ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പ്രധാനമായും 2 നദികളും 3 കായലുകളുമാണ് ജില്ലയിലെ ജലസ്രോതസ്സുകൾ. ജില്ലയിലെ സാക്ഷരതാ നിരക്ക് 91.49%. കൊല്ലം ജില്ലയിൽ കാണപ്പെടുന്ന ധാതുക്കൾ ചുണ്ണാമ്പുകല്ല്, ചീനക്കളിമണ്ണ്, ബോക്സൈറ്റ്, ഗ്രാഫൈറ്റ് എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും പൊക്കമുള്ള 2ാമത്തെ വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലെ തങ്കശ്ശേരിയിലാണ്. തെന്നല, ജടായുപ്പാറ, മൺറോ തുരുത്ത് തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. 1949 ജൂലൈ 1 കൊല്ലം ജില്ല രൂപീകൃതമായത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.